അള്ളാഹുവിനെ മറന്നു പോകുന്ന ഒരു നേരമല്ലേ ഇത്? ഈ അങ്ങാടിയുടെ ഇടയിൽ, കച്ചവടത്തിന്റെ ഇടയിൽ കച്ചവടക്കാരെ നുണ പറയാൻ നോക്കും. കസ്റ്റമർ അവരുടെ വകയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ വക. അങ്ങനെ നുണകളും തിന്മകളും വർദ്ധിക്കുന്ന ഇടമായതിന്റെ പേരിൽ അങ്ങാടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങാടിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, അത് വിചാരിച്ച് ഇറങ്ങണം. ഇറങ്ങുമ്പോൾ ഒരു ദിക്ർ ചൊല്ലണം. എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 ലക്ഷമാണ് അതിന്റെ കൂലി എന്ന് പരിശുദ്ധ നബി തങ്ങൾ പറയും. സ്വഹീഹായ ഹദീസാണ്, വളരെ പ്രബലമായ ഹദീസാണിത്. ഈ ദിക്ർ ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത് പോവാൻ, കാർ എടുത്ത് പോവാൻ, ബസ് കയറി പോവാൻ, ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോൾ ചൊല്ലണമെന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരെ വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരും, എന്നിട്ട് ഈ ദിക്ർ ചൊല്ലി തിരിച്ചു പോകും. ഒന്നുമില്ല, അങ്ങാടി കയറുമ്പോൾ ചൊല്ലാൻ 10 ലക്ഷല്ലേ കൂലി. 10 ലക്ഷം, ഇതൊക്കെ ബമ്പർ ഓഫർ അല്ലേ? 10 ലക്ഷം ഒറ്റ ദിക്റിന് 10 ലക്ഷം കൂലി. അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. 1000ഉം 1500ഉം കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട്. നമുക്ക് അല്ലാഹു 80, 84, 70, 60ന്റെ ഇടയിൽ, അപ്പോഴേക്കും ആ 1000 കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു. അതല്ലേ അത്ഭുതം. 1000 കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ 4 മാസമോ 3 മാസമോ എടുത്തിരിക്കാം. ഇന്ന് നമ്മൾ 3-4 മണിക്കൂർ കൊണ്ടെത്തി. അവരന്ന് ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ അല്ലാഹു സമയം കുറച്ചു, സൗകര്യം കൂട്ടി തന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ നീതിയാണത്, പടച്ചതമ്പുരാന്റെ നീതിയാണത്. സുബ്ഹാനല്ലാഹ്. നോക്കണേ, ഇബ്നു സീരീൻ എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്ർ ചൊല്ലുന്നു. എന്തിന്? ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ, ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തട്ടെ, ഒരു ദിക്റാവട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ 10 ലക്ഷം കൂലിയുള്ള ദിക്ർ കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല, വെറുതെ അങ്ങാടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദുആ ഉസ്സൂഖ്, മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണം എന്നാണ്. ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഒന്ന് വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുക. ആരെങ്കിലും കണ്ടു ചൊല്ലിയാൽ ആ 10 ലക്ഷം കിട്ടൂലേ? ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്, അതിന്റെ എൻട്രൻസിൽ ഈ ദിക്ർ എഴുതി വെക്കുക. ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ട് ചൊല്ലിക്കോട്ടെ, ഒരു നന്മയല്ലേ? ഒറ്റ ദിക്റിന് 10 ലക്ഷം. എന്തേ? അശ്രദ്ധമായിരിക്കുന്ന നേരമാണത്. അവിടെ നമ്മൾ അല്ലാഹുവിനെ ഓർക്കുക. കാര്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക. ഒരു ടൗണിലേക്ക്, ഒരു അങ്ങാടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ആളും ഒരു ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും നിങ്ങളാവരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പോയി വീഡിയോ തുറക്കണ്ട, അതാരെങ്കിലും തുറന്നോട്ടെ. ഒരു ടൗണിലേക്ക് ആദ്യം ചെല്ലുക അതിരാവിലെ, അല്ലെങ്കിൽ അവസാനം പീടിക പൂട്ടി പോരാ. ഇത് രണ്ടും നിങ്ങളാവരുത്. അതിന് വേറെ ആൾക്കാരുണ്ടാവും, നിങ്ങളാവാഞ്ഞാൽ മതി. ഇതൊന്നും കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അതിന്, ഇൻഷാ അല്ലാഹ്. എന്തേ? അത് അത്ര നല്ല സ്ഥലമല്ല. നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർക്കാൻ മറന്നുപോകുന്ന നേരമാണ്. ഏതൊരു വിഷയത്തിലും തമ്പുരാനെ കുറിച്ച് ഈ ഓർമ്മയില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം? മുഅ്മിനെ, നമ്മൾ വെറും കച്ചവടം ചെയ്ത് വീടുണ്ടാക്കി കുട്ടികളെ കെട്ടിച്ച് വണ്ടി വാങ്ങി നടന്നാൽ തീരോ? ഇത്രയേ ഉള്ളൂ ജീവിതം? ഈ ജീവിതത്തിന്റെ ഒരു അർത്ഥമില്ലേ? ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് ജീവിക്കണം. വരുമാനമാണ്. എന്തിനു വരുമാനം? കുട്ടികൾക്ക് അന്നം വേണം, തിന്നണം. ഒക്കെ തിന്നിട്ടോ, പിന്നെ ഇരിക്കാൻ സ്ഥലമാണ്. ഒക്കെ ഇരുന്ന് വീടിന്റെ ഉള്ളിലായി, അന്നമുണ്ട്, വെള്ളം. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു പണി. ആ പണി എന്താണ്? മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയലല്ലേ, പടച്ചതമ്പുരാനോടൊരു കണക്ഷൻ ഉണ്ടാവലല്ലേ. അതില്ലാതെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ആ ഒരു ബന്ധം നമ്മളും സൃഷ്ടാവും തമ്മിൽ ഉണ്ടാക്കിയാൽ ഈ ലോകത്തിലെല്ലാം each and everything is fascinating. ഈ ലോകം നമുക്ക് സന്തുഷ്ടമായിട്ട് തോന്നും. ഈ ലോകത്തിന്റെ ഓരോ ചലനവും അല്ലാഹുവിലേക്ക് നമ്മൾ ബന്ധിപ്പിക്കുന്നതായി കാണാൻ. ഈ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളും മൃഗങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഉന്നതങ്ങളിലേക്ക് നോക്കേണ്ടവരാണ്, ഉന്നതമായ കർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടവരാണ്.